അജയ്, എത്ര പ്രാവശ്യം പറഞ്ഞു നിന്നെ എന്റെ കൂടെ നിർത്താനൊക്കില്ലെന്ന്? ഫസ്റ്റ് ടൈം നീ കാരണം പോലീസ് സ്റ്റേഷനിൽ കയറി. നമ്മുടെ ഫസ്റ്റ് സെക്രട്ടറിയിൽ ഓർമ്മയുണ്ടോ? അന്നുപോലെ നമ്മൾ ഹാഫ് വെച്ച് വലിക്കാറുള്ളൂ. നിന്റെ ഹാഫ്. നീ എന്തൊക്കെ പറഞ്ഞാലും എന്റെ കൂടെ നിർത്താൻ മാത്രം പറ്റില്ല. നിനക്ക് എത്ര രൂപ ആണെങ്കിൽ ഞാൻ തരാം. എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ നോക്കാം. അതൊക്കെ പോ. നിന്നോടാ ഞാൻ പറഞ്ഞത്, എന്താ കേട്ടില്ലേ? ഏയ്, എന്താ ചെയ്യുന്നേ? ഓരോ വേഷം കേട്ടില്ല. നീ എന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് നടക്കാൻ എനിക്ക് പറ്റില്ല. ഒരിക്കലും നിന്നെ എന്റെ കൂടെ നിർത്തുമെന്ന് വിചാരിക്കണ്ട. നിന്റെ സ്വഭാവം ശരിയല്ല. ആദ്യം നിന്റെ ഈ സ്വഭാവം മാറ്റാൻ നോക്ക്. നിന്നെ എന്റെ കൂടെ നിർത്തി കഴിഞ്ഞാൽ അതിന്റെ കമ്പനിക്ക് കൂടി ചീത്ത പേരാകും. നീ വേറെ എവിടെയെങ്കിലും പോ. അത് കൊണ്ടേടാ. നിർത്ത്. ബ്രേക്ക് എവിടെ? നിനക്ക് കഴിഞ്ഞില്ലേ? ഇതെന്റെ നോക്കി നിൽക്കാൻ മേളോട്ട് വലിക്കുക. എന്നെ നിന്റെ കൂടെ നിർത്തണം. അതൊന്നും പറ്റില്ല. നീ വലിച്ചു കേട്ട്. എനിക്ക് നിന്നോട് നിൽക്കണം. എങ്ങനെയാ നിർത്തുന്നേ? ഒരു ഡിഗ്രി എങ്കിലോട്ട് നിനക്ക്. ഡിഗ്രി ഇനി സമ്മതിക്കും. ഒന്ന് പോടാ. ഈ പൊസിഷനിലാണോ ഡിസ്കഷൻ ഒക്കെ? എനിക്ക് നിന്റെ കൂടെ നിൽക്കണം. നിന്റെ അമ്മൂമ്മയുടെ ഒരു ശരി സമ്മതിച്ചിരിക്കുന്നു. വലിച്ചു കേട്ട്. തൽക്കാലം എന്റെ കമ്പനിയിൽ ജോലി ചെയ്ത് തൊലയ്ക്കാം. ആദ്യം നീ എന്നെ സേവ് ചെയ്യ്. എന്താടാ നിനക്ക്? എടാ വിട്ടി, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലടാ. അപ്പൊ നിന്നെ ഞാൻ വലിച്ചു കയറ്റാതിരിക്കോ? നീ എന്തിനാണ് സമ്മതിച്ചത്? പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. നിന്റെ ഒരു ബാഡ് ഹാബിറ്റ് എങ്കിലും ആരെങ്കിലും പ്രൂവ് ചെയ്താ അപ്പൊ തന്നെ നിന്നെ ഞാൻ തിരിച്ചയക്കും. ഞാൻ ബാഡാണെന്ന് പ്രൂവ് ചെയ്താ ഞാൻ തന്നെ കമ്പനി വിട്ട് പോയിക്കോളാം. എല്ലാരും കുഞ്ഞമ്മയെ കാണിക്കാൻ ഫോട്ടോ ഒന്നും കയ്യിലില്ല. ഫോട്ടോ അവന്റെ മനസ്സിലുണ്ട്. ഇനി അവളെ നേരിട്ട് കണ്ട് കുഞ്ഞമ്മ തന്നെ തീരുമാനിക്കും. ഗ്രഹങ്ങളെ കൊണ്ട് ഒരു പ്രശ്നവും ഇല്ലെന്നാണ് എന്റെ കമ്പ്യൂട്ടർ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി കുഞ്ഞമ്മയ്ക്ക് ഇഷ്ടമുള്ള ആളെ കൊണ്ട് ഇവരുടെ ജാതകം നോക്കിച്ചോളൂ. പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ മാത്രം മതി. വേണ്ട വേണ്ട, ആരെ കൊണ്ട് ഇനി നോക്കിക്കണ്ട. അവരിനി ജാതകം ചേരില്ലെന്നോ മറ്റോ പറഞ്ഞാലോ? ജാതകം ചേർന്നില്ലെങ്കിലും സാരമില്ല, അവരൊന്നിക്കട്ടെ. ഓ, നീ തന്നെയാണോ ഈ പറയുന്നത്? ഇത്ര വിവരം വെക്കാൻ നിനക്ക് ഇത്രയും വയസ്സാകണമായിരുന്നോ പ്രഭാവതി?